എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. എല്ലാവരും തിയേറ്ററിൽ കാണണം. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് എനിക്ക് അറിയില്ല, പക്ഷേ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടായി. വെരി ഹാപ്പി. താങ്ക് യു. വിഷു പെർഫോമൻസ് കാണാൻ പറ്റി. ഒരു സർവൈവൽ സ്റ്റോറി, നല്ലൊരു ത്രില്ലർ പടം ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊരു ഫീലിംഗ് പല റെസ്പോൺസ് തോന്നി. ഇങ്ങനെ പ്രേക്ഷകരെ കണ്ടപ്പോൾ അത് തന്നെ ഫീൽ കിട്ടി. എല്ലാവരും ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് എന്നോട് സംസാരിച്ച്. ഡിഫറെൻറ്റ് സിനിമയാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി എൻ്റെ ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു, ഇത് ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കും. ആൻഡ് യെസ്, ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയ സർവൈവൽ സ്റ്റോറിയാണ്. നിങ്ങളെല്ലാവരും കാണും, അറിയിക്കും. താങ്ക് യു. താങ്ക് യു. ഇവിടുന്ന് ഒരു ക്യാരക്ടർ ഉണ്ണിയുടെ കൂടെ സംസാരിക്കാം. ഈ സൈഡിൽ ഒരു ഗ്യാപ്പ്. സൂപ്പർ ഹീറോ അതൊരു എന്താ പറയുക തീം മാത്രമാണ്. ഒരു ജെന്യുവൻ മനുഷ്യൻ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതാണ് പ്രസന്റ് ചെയ്തിട്ട് കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളെ കൊണ്ട് മാക്സിമം എഫർട്ട് എടുത്തിട്ടുണ്ട്. ശരി, അല്ലല്ല നല്ല പടം, കാണാൻ പറ്റുന്ന പടം. അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടെ? നല്ല ഒരു സൂപ്പർ മുന്നൽ മുരളി പോലെ നല്ല. എന്താണ് ഇഷ്ടപ്പെട്ടത്? ശങ്കറാണ് പുള്ളി ചെയ്തേക്കുന്ന ഗംഭീരമായിട്ടാണ്. പിന്നെ ഗസ്റ്റ് റോളായിട്ട് ചെയ്തത് രവീന്ദ്ര വിജയ് എന്ന് പറഞ്ഞിട്ട് തമിഴ് ആർട്ടിസ്റ്റാണ്. ഗംഭീരമായിട്ട് കുറച്ച് നേരം ഉള്ളെങ്കിലും പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അശോകൻ ചേട്ടൻ അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണണം, ഗംഭീരമാണ്. തൂക്കും. അടിപൊളിയായിട്ടുണ്ട്. ഒരു സൂപ്പർ ഹീറോ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലുള്ളൊരു എന്തായിരുന്നു പെർഫോമൻസ് ആയിരുന്നു. നമ്മളെ ഉള്ളിലൊരു എല്ലാവരുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, ഒരു ജയ് ഗണേഷ് ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഉണ്ടെന്ന് ഉള്ളൊരു സംഭവമാണ് വന്നത്. പിന്നെ രഞ്ജിത്ത് ശങ്കർ സാറിന്റെ പടത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും. ഇപ്പം ഈ ഒരു എന്താ പറയുക വേസ്റ്റ് പ്ലാന്റ് അതിനെയൊക്കെ കുറിച്ച് ഒരു കഥയാണ് പോകുന്നത്. സമൂഹത്തിലെ പുക മാലിന്യം അതിനെക്കുറിച്ച് ഒരുപാട് പ്ലാന്റുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു സംഭവം കൂടെ ഇതിൻ്റെ അകത്തൂടെ പോയേക്കുന്നത്. പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ കഴിയുമ്പോൾ എന്താ പറയുക സങ്കടം തോന്നും. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു കാല് വയ്യാത്ത ഒരാളവസ്ഥ. ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. ഉണ്ണിമുന്നൻ്റെ ആ ഒരു പുള്ളിയാന്ന് പറയില്ല, വേറൊരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തത്. താങ്ക് യു. കഴിയൊന്നും പറയാം. ഒന്ന് കുറച്ചങ്ങോട്ട് ബാക്ക് പിടിക്കാടാ.